ഗുഡ് മോർണിംഗ്. എന്നെ പരിചയപ്പെട്ട എൻ്റെ പേര് ലീന. ഞാനിവിടെ പേരാവൂർ കൊടുത്തറ തന്നെയുള്ള ആളാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് വന്നിട്ട് 1 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പലത മാഡമാണ് എന്നോട് കാര്യം പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വേറൊരു ബിസിനസ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അതെല്ലാം പകുതി വഴിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ഇത് കേട്ടാലോ പിന്നെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് കേട്ടാലോ പിന്നെ പറഞ്ഞുതരോ നല്ല രീതിയിൽ തന്നെ സന്ധ്യപ്പെടലോ എന്നോട് പറഞ്ഞുതരാം. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ വീട്ടിലേക്ക് വിടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിക്കുക, ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേറൊരു നഷ്ടങ്ങളുമില്ല. നമുക്ക് ഒരുപാട് ലാഭങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻജോയ്മെൻറ്റുകൾ, ഒരുപാട് പിന്നെ എന്താ പറയുക, കൂട്ടുകാർ ഈ നാട്ടിലല്ലെങ്കിലും മറുനാട്ടിലായാലും നമുക്ക് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഒരു ബിസിനസ് സാധനം. അപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. നല്ല ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്നും ഇതിനകത്ത് നഷ്ടപ്പെടാനില്ല. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എൻ്റെ പേര് സജിത, കേരളത്തിൽ നിന്നാണ്. ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് ഒട്ടും എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പ്രകാരമല്ല. എന്നോട് ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സക്കീർ സാറും സിദ്ദീഖ് സാറും കൂടെയാണ്. അപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് കരുതിയിട്ടല്ല ഞാൻ ഇവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പം അതാണ് അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോട് താല്പര്യമില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ സാറിൻ്റെ കൺസെപ്റ്റ് ആണെന്ന് അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് വേറെ ഒന്നും കേട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നല്ലൊരു കാര്യമാണ്, ബോബി സാറല്ലേ ഇതിൻ്റെ ചെയർമാന്, ധൈര്യമായിട്ട് നീ ഉറച്ചു നിന്നോ, ഞാൻ ക്യാഷ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പോലും ഞാൻ എൻ്റെ അത് ജോയിൻ ആവാൻ തയ്യാറായില്ല. അതിനുശേഷം ഇവിടെ സ്വപ്ന മാഡം 50 ലക്ഷം വാങ്ങിക്കാൻ വന്നത് കണ്ടതിന് ശേഷമാണ്. അതും അപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന കോടികളോ ലക്ഷങ്ങളോ ഒന്നുമല്ലായിരുന്നു. കാരണം ഞാൻ ഈ ഹോളിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി ഈ ഹോളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും മുഖത്ത് കണ്ട സന്തോഷം അതൊന്ന് മാത്രമാണ്. കാരണം ഞാൻ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പോലും മറന്നുപോയി എന്നുള്ളതാണ്. കാരണം ഒരുപാട് ടെൻഷനുള്ള ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. അതിൻ്റെ ഇടയിൽ എല്ലാവരുമായിട്ട് ഒരു ഇന്നുപോലും കണ്ടിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ എന്നെ ഒരു കൂടപ്പുറത്തിനെ പോലെ കൂട്ടിപ്പിടിച്ച് വീട് എവിടെയാണ്, പേരെന്താണ്, എന്ത് ചെയ്യുന്നു, അങ്ങനെ നമുക്കൊരു അപരിചിതത്വം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്നേഹവും കൂട്ടായ്മയും എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ റിയലൈസേഷൻ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ വെച്ചാണ് കോടികളുടെ ഓരോരുത്തർ കോടിയും ലക്ഷങ്ങളും എല്ലാം വാങ്ങിക്കണം കണ്ടപ്പോഴാണ് ഈ കൺസെപ്റ്റിന്റെ മഹത്വം മനസ്സിലായത്. ഇതിൻ്റെ അകത്ത് വെറുതെ ഈ കൂട്ടായ്മ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ പല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ നിന്ന് ഓരോ ആളുകളിലേക്കെല്ലാം അത് ലീഡേഴ്സിനെ പോലും കൂട്ടാതെ കണ്ട ആവേശത്തോടു കൂടി വന്ന് ഞാനൊരു 4-5 പേരെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ലീഡേഴ്സിൻ്റെ സപ്പോർട്ട് പോലും ഞാൻ ആവശ്യപ്പെട്ടത്. കാരണം അത്രയ്ക്ക് ആവശ്യമായിരുന്നു. നമ്മൾ ഇത്രയും നല്ലൊരു കൺസെപ്റ്റ് പാവപ്പെട്ട എത്രയോ കുടുംബങ്ങളിലെ ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഇന്ന് നാളെയൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാതെ നമ്മുടെ ചുറ്റും കൺവെട്ടങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് അവർ ജീവിക്കുന്നത്. അവരിലേക്ക് ഈ കൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ ഇന്ന് എൻ്റെ മക്കള് അഭിമാനത്തോടു കൂടി എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൺസെപ്റ്റ് ഫിജികളുടെ എന്ന് പറഞ്ഞ കൺസെപ്റ്റില് വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ പിശുക്ക് മാർക്കറ്റിന്ന്. കാരണം ഒരുപാട് ഞങ്ങളുടെ ബിസിനസ് തകർച്ചയിലെല്ലാം വന്നിട്ട് ഒരുപാട് കഷ്ടപ്പാടാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മക്കൾ എന്നെ അനുഭവിച്ചതാണ്. അപ്പം നമ്മൾക്ക് വരാൻ പോകുന്നത് ഇനി എന്താണെന്ന് നമുക്ക് അറിയാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇതിനോട് എൻ്റെ കൂടെ വീട്ടിലിരുന്നു. ഹസ്ബൻഡിന് ഇതിനോട് ബോബി ചെമ്മണ്ണൂർ സാറിനോടൊക്കെ താല്പര്യമുണ്ട് എല്ലാ രീതിയിലാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ഇതിൻ്റെ അത് ഐഡിയ അടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നീ ബിസിനസ് ചെയ്ത് കൊടുക്കാൻ ഞാനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളിക്കാരന് മഴ കാരണം അടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് എൻ്റെ മീറ്റിംഗ് 6 AM 7 AM അതുപോലെ എല്ലാ മീറ്റിങ്ങും കൂടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മീറ്റിംഗ് കൂടുന്നില്ലെങ്കിലും ഇതിൻ്റെ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇതിലേക്ക് ഇറങ്ങി ഫ്രണ്ട്സിനെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പം ഇന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. കാരണം ഇത് അറിയാതെയാണ് ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് ഈ അവസരം വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുന്നത്. പക്ഷെ ഇന്ന് വന്ന ഗസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവരോട് കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, അങ്ങനെ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന്. പക്ഷെ ഈ കൺസെപ്റ്റിലെ ഓരോ ലീഡേഴ്സ്
കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് അത് അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നേ ഒന്നേ ഉള്ളൂ. എല്ലാവരും വിശ്വസിക്കുക, എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസകൾ നേർക്കുന്നു. താങ്ക് യു സൈന മാഡം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലില്ലി, പേരാവൂർ കൂളക്കുറ്റി സ്വദേശിയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 2 വർഷമായി. ഞാൻ വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരിയാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. ഞാൻ അന്നേരം കുറച്ച് പ്രാവശ്യം മടി പറഞ്ഞെങ്കിലും പിന്നീട് ഇതിൻ്റെ പ്ലാനുകളെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ചേരുന്നത് നല്ലതാണ്. കാരണം ഞാൻ 2-3 ഓൺലൈൻ ബിസിനസ്സുകളിൽ ചേർന്നിട്ട് വളരെയേറെ നഷ്ടം അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞത്. ഞാൻ പേരാവൂർ തയ്യൽ കടയിൽ ജോലി ചെയ്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി നമുക്ക് നല്ലൊരു 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ചെയർമാനാണ് ഇതിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് 160 വർഷത്തോളം പാരമ്പര്യമുണ്ട്. ഒരു ബിസിനസ് ഇതുവരെ പൊട്ടിയിട്ടില്ല. നല്ല രീതിയിൽ വളരുന്ന ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് കൂടുതൽ താല്പര്യത്തോടുകൂടി ഞാൻ വർക്കെടുത്തു. അങ്ങനെ അതിനുശേഷം 1 കൊല്ലമായപ്പോഴാണ് എനിക്ക് 1-ാം റാങ്കിൽ എത്താൻ സാധിച്ചത്. 1.5 കൊല്ലമായപ്പോഴത്തേനും ഞാൻ 2-ാം റാങ്കിലെത്തി. അപ്പോഴും എനിക്ക് 1-ാം റാങ്കിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അങ്കമാലി അറ്റ്ലറ്റ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയൊരു സമ്മേളനം നടന്നപ്പോൾ അവിടെ വെച്ച് കോച്ചയുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നേരിട്ട് വാങ്ങാൻ സാധിച്ചു. അതൊക്കെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ 2-ാം റാങ്ക് അച്ചീവ് ചെയ്തു. ഇപ്പം 3-ാം റാങ്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നു. നല്ലൊരു ബിസിനസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു ബിസിനസ് മാനാണ് നമ്മുടെ ചെയർമാൻ. താങ്ക് യു സാറേ. എൻ്റെ പേര് പറഞ്ഞു സെബാസ്റ്റ്യൻ. എൻ്റെ ജോലി കൊളക്കാട് പോസ്റ്റ് ഓഫീസിലാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. കുറേ വർഷങ്ങളായി. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയേണ്ടത്. ഇനി ഞാൻ താഴെ ഇരിക്കുമ്പോൾ പോലെ നോക്കിയത് തൊഴിലുറപ്പുകാർ തൊട്ട് തൊഴിലുറപ്പിൻ്റെ വരുമാനം എത്രയാണെന്നറിയാം. അതിൻ്റെ തുകയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനേക്കാൾ 10,000 വരുമാനം കിട്ടുന്ന ജോലി ചെയ്യുന്നവരും ഈ ചെറിയ ഹാളിൽ ചെറിയ അംഗസംഖ്യയിലുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൺസെപ്റ്റ് ആർക്കും എന്താ പറയുക വിദ്യാഭ്യാസ ഭേദമില്ലാതെ 10,000 ദിവസ വരുമാനം ഉള്ളവർക്കും കോടികൾ 5 വർഷം കൊണ്ടും 2.25 വർഷം കൊണ്ടും നമുക്ക് ഈ ബിസിനസ് ലഭിക്കുമെന്ന് നമ്മുടെ മുന്നേ കടന്നുപോയ 7 വർഷം മാത്രം പ്രായമുള്ള ഈ കൺസെപ്റ്റ് തെളിയിച്ചിട്ടുണ്ട്. ഗവൺസാറിനൊക്കെ നന്നായിട്ട് അത് അറിയാം. 2.25 വർഷം കൊണ്ട് നേടിയ MBA-കാരിയുണ്ട്. പോലീസ് ജോലി വിട്ട് ഈ ബിസിനസ് കടന്നു വന്ന ആളുണ്ട്. ഇതൊക്കെ ഇതിൽ കടന്നു വന്നാലേ അറിയൂ. നമ്മളെയൊക്കെ ഒരു കുഴപ്പം അല്ലെ, എന്റെ കുഴപ്പം എന്ന് ഞാൻ കൃത്യമായിട്ട് പറയില്ല. ഞാൻ എൻ്റെ ഒപ്പം നിൽക്കുന്ന ജോസാറിന്റെ ജോയിനിങ് ആണ്. അപ്പൊ ജോസാറിന്റെ ജോയിനിങ്ങിലേക്ക് ഞാൻ എത്തിയത് ജോസാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ്. ഇവിടെ പലരും 3-4 വട്ടമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ബന്ധുജനങ്ങളുടെ ഒരു ഫോളോ അപ്പ് മാത്രമായിരിക്കും പലരും കടന്നു വന്നിട്ടുണ്ടാവുക. എന്നെ സംബന്ധിച്ച് ജോസാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സാറിനോട് ചോദിച്ചു. സാറ് തൊട്ടടുത്ത ദിവസം സാറും ഭാര്യയും കൂടി കടന്നു വന്ന് എനിക്കും ഭാര്യയ്ക്കും പ്ലാൻ പറഞ്ഞു തന്നു. ജയിച്ചു കല്യാണം കഴിച്ചു. പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കപ്പെടാം. കൊച്ചുമക്കളും ഒക്കെ വരുന്ന സമയത്ത് 2 പെൺമക്കളായതുകൊണ്ട് മരുമക്കളുടെ ചെലവിലൊക്കെ കഴിയാൻ താല്പര്യമില്ല. അങ്ങനെ തന്നെ പറയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പലതും ആലോചിച്ചു. പലതിനും വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് ബാലൻസ് ഇല്ല, കയ്യിൽ ബാലൻസ് ഇല്ല. നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 250-300 രൂപയ്ക്ക് പണിയെടുക്കുന്നവരും ഒരു തൊഴിലിനെ ഞാൻ മോശമാക്കി പറയാനുണ്ട്. എല്ലാ കാറ്റഗറിയും തൊഴിലും ജോലി ചെയ്യുന്നവർ ഇപ്പൊ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്ര എളുപ്പത്തിൽ അങ്ങനെ തന്നെ പറയും, മുതൽ മുടക്കില്ലാതെ ഇത്ര എളുപ്പത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ബോച്ച ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന് വേണ്ടിയല്ല. കാരണം കാലഘട്ടത്തിന്റെ മാറ്റം, ബിസിനസ് പ്ലാൻ കേട്ട ആളുകൾക്ക് അറിയാം. കാലഘട്ടത്തിന്റെ മാറ്റം സ്വീകരിച്ച് മുന്നോട്ട് പോയവരെ മാത്രം വിജയിച്ചത് നമ്മൾ മുന്നേ കാണുന്നുണ്ട്. നമ്മൾ ഈ ബിസിനസ് കേട്ടപ്പോൾ ഞാൻ ചുരുക്കാൻ പോകാം. എന്നെ സംബന്ധിച്ച് അതും കൂടി ചുരുക്കാൻ പോകുന്നതിന് മുമ്പ് പറയാം. വിജയക്കാർക്ക് വന്ന ശേഷമാണ് ഇങ്ങനെ 2 വാക്ക് പറയാനുള്ള ഇച്ഛാശക്തി കിട്ടിയത്. അതുപോലെ തന്നെ വലിയ വലിയ YMCA പോലുള്ള സംഘടനകളിലുണ്ടായിരുന്നു. അവിടെയൊക്കെ പിൻബെഞ്ചിൽ ഇരിക്കുന്ന ആളായിരുന്നു. വിജയക്കാർക്ക് അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കുന്ന 3-ാം ക്ലാസ്സിലായിരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും കഴിയുന്ന കാര്യമാണ്. വിജയക്കാർക്ക് അങ്ങനെ
ഹോൾഡ് ചെയ്യും, അതായത് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. പണം മാത്രമല്ല, എല്ലാം കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞു മാച്ചിങ് വരുമാനം കിട്ടും. മാച്ചിങ് വരുമാനം മാത്രമല്ല, ജീവിതത്തില് കൊച്ചായിരിക്കും മുതലുള്ള സൈക്കിളിന് മുതലുള്ള ബൈക്ക് കൊണ്ടുവരുന്നുണ്ട്, പിന്നീട് കാറ്. പുന്നാടാണ് എന്റെ സ്വദേശം. സാർ 1.5 വർഷം എന്റെ പുറകെ ഈ കൺസെപ്റ്റും കൊണ്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് തള്ളിക്കളഞ്ഞ ഒരാളായിരുന്നു. പിന്നെ ഒരു സാഹചര്യത്തില് ഇത് ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഇതിന് ജോയിൻ ചെയ്യും? അപ്പൊ എന്നോട് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്വർണ്ണ ഉണ്ട്, അത് പണയം വെക്കോ ബുക്കോ എന്താ ചെയ്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനം തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. ആ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നെ ഉണ്ടായി. എന്റെ കയ്യിലുള്ള റിംഗ് കൊണ്ട് ഞാൻ പണയം വെച്ച് സെക്രട്ടറി സാറിന് പൈസ കൊടുത്ത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് ഞാൻ 1.5 വർഷം കൊണ്ട് ആ റിംഗ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്ത് ഇന്ന് കമ്പനിയുടെ സെക്കൻഡ് റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് എവിടെ എത്തുന്നുണ്ട്. ഈ ഹോളിൽ വെച്ച് ഞാൻ 1ാമത്തെ റാങ്കിന്റെയും 2ാം റാങ്കിന്റെയും പിന്നെ മൊമെന്റോ നമ്മളെ ഗ്രേറ്റ് ചെയ്തത് സ്വപ്നാടത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി 3ാമത്തെ റാങ്കിന്റെ മൊമെന്റോ കൂടി എനിക്ക് എന്റെ ഗ്രേറ്റ് ചെയ്തത് സ്വപ്നാടത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ട്. മിക്കവാറും അത് ഞാൻ പെട്ടെന്ന് സാധിച്ചെടുക്കും. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു ഋഷിവള, താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി നമ്മുടെ ന്യൂസ് സാറിനാണ്. ഞാനിങ്ങനെ ആലോചിക്കുക, നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം എന്ന് പറയാം. ഇവിടുന്ന് അവിടെ നടന്ന് നടക്കണം അല്ലെ, അതിന്റെ സ്പേസ് ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ എന്റെ പേര് ജോസ്, ഞാൻ പേരാ സ്വദേശിയാണ്. കമ്പനിയുടെ സെക്കൻഡ് റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. തേർഡ് റാങ്ക് ചെറിയ പോലെ ടച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സംസാരിച്ച സാറിന്റെ സഭാ സാറല്ലേ, സാർ എന്റെ വാക്ക് വിശ്വസിച്ച് വന്ന ഒരാളാണ്. എന്റെ കഴിഞ്ഞ് പവറായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെ, എന്റെ കഴിഞ്ഞ് പവറായിരിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ, ഇത് ഈ ഒരു അവസരം വിജയ് കണ്ടുകൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറൊരു അവസരമില്ല. ഞാൻ പറയാൻ കാരണം വെച്ചാല് ഞാൻ ഒരുപാട് മേഖലകൾ പ്രവർത്തിച്ച ആളാണ്. ബിസിനസ് 10-15 വർഷം ബിസിനസ് ചെയ്തു, അതിന് കുറച്ച് ജോലി ചെയ്തു, 10 വർഷം ജോലി ചെയ്തു. അപ്പൊ അവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു 8-10 പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. അതിൽ കൂടുതൽ തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതിൽ കൂടുതൽ ഞാൻ തൊഴിൽ കൊടുക്കുന്ന അത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഈ 2 വർഷം മുമ്പ് ഞാൻ ഈ കോൺസെപ്റ്റ് ഏറ്റെടുത്ത് എന്റെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഗ്രോസറി സാധനങ്ങളും ബെഡ്ഷീറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് ഞാൻ എന്നെ കൊണ്ടുവന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ച്, കമ്പനിയുടെ 5ാമത്തെ റാങ്കിലേക്ക് സുരസാകുന്ന വ്യക്തിയെ വിശ്വസിച്ച് ഈ കോൺസെപ്റ്റിലേക്ക് കയറി വന്ന് 2 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഏകദേശം 150 പേരിലേക്ക് എന്റെ ബിസിനസ് എത്തിയതാണ്. ഞാൻ കൊണ്ടുവന്ന 2 വ്യക്തിയിലൂടെയാണ് ഈ 150 പേരിലേക്ക് വന്നത്. നമുക്ക് വേറെ എവിടെ കിട്ടും ഇങ്ങനെ അവസരം? ഈ 150 പേർക്ക് ചെറിയ ചെറിയ വരുമാനം മേടിച്ചിട്ട് എനിക്ക് സാധിച്ചില്ലേ? ഞാൻ ഈ 17 വർഷക്കാലം ബിസിനസ് ചെയ്ത സമയത്ത്. ഗുഡ് മോർണിംഗ്. അപ്പോ എന്താ പറയാ, എനിക്കിതൊന്നും പറയാൻ തന്നെ ഇപ്പം കിട്ടാത്തൊരു അവസ്ഥയായി പോയി. കാരണം എന്താ വെച്ചാൽ തേർഡ് റാങ്കിലെത്തി നിൽക്കാൻ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായാലും നമ്മൾ ഇഷ്ടപ്പെട്ട ഏതൊരു ജോലി ചെയ്ത് ഒരു കൂട്ടമായിട്ടില്ല. കാരണം ഞാൻ ഇന്നിവിടെ നിന്ന് 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. ഇനി പ്ലാൻ പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വിജയകാട്ടിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി, പ്ലാൻ പറയാനോ ഇങ്ങനെ നിൽക്കാനോ കഴിയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് തന്നെ ഏറ്റവും കൂടുതൽ. നമ്മൾ ലീഡേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ ഒരിക്കലും താഴ്ത്തി കെട്ടാനൊന്നും ചെയ്ത് നമ്മളടുത്ത് തെറ്റ് പറ്റിയാൽ പോയത് നന്നായിരുന്നു, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നന്നാക്കിയാൽ മതി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എത്തിച്ച് നമ്മുടെ വിജയകാട്ടം നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണ്. അതിലൂടെ ഞാൻ പാർട്ട് ടൈമായി ചെയ്തിട്ടുള്ള ഞാൻ കമ്പനിയുടെ 3ാമത്തെ റാങ്കിലെത്തി ഒരു സ്ഥിര വരുമാനം, ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഒരു റാങ്കിലെത്തി നിൽക്കുന്ന ആളെ അടുത്ത് 4ാമത്തെ റാങ്കിലേക്ക് പോയിക്കോട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ എനിക്കൊരു തന്നതും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചൊന്നും നമുക്ക് മെച്ചമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ, നമുക്ക് എങ്ങനെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലണം, എങ്ങനെ നമ്മൾ ആൾക്കാരോട് പെരുമാറുന്നത് പഠിക്കാനും ഒക്കെയുള്ളൊരു അവസരവും, അതുപോലെ നമുക്ക് സാമ്പത്തികമായി നമുക്ക് മുന്നോട്ടേക്ക് വരാനുള്ള അവസരം കൊടുത്തരുന്നൊരു ഒരു കൺസെപ്റ്റാണിത്. അപ്പൊ ഇതിലേക്ക് വന്നതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ഏതൊരാൾക്കും എന്താ പറയുക വളരെ സന്തോഷത്തോടെ കയറി വന്ന് പിന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ആരും വിട്ടെന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഗുഡ് മോർണിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന എനർജി വേണം. അപ്പോ ഒന്നും കൂടെ ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. അപ്പോ എന്താ പറയാ, എന്റെ റാങ്ക് പറഞ്ഞില്ലേ, 4ാമത്തെ റാങ്കാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും എന്താ പറയുക, ഇതിൽ മേലെ 5ാമത്തെ റാങ്ക്. അതിന്റെ ലക്ഷം റേറ്റുള്ള ആളാണ് നമ്മൾ രണ്ടുപേരും. അപ്പോൾ
ഞാൻ വരുന്നത് പുല്ലാടാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മുമ്പ് പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ മേൽവാടക കൊടുത്തത്. കാരണം കൊറോണ വന്ന സമയത്ത് വീട്ടിൽ നിന്നായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കലും. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി, കൊണ്ടുപോകുന്ന റോഡ് ബുദ്ധിമുട്ടായി. അപ്പം അതെല്ലാം കൊണ്ട് അതിപ്പോൾ മേൽവാടകയൊക്കെ കൊടുത്തിട്ടിരിക്കാം. അപ്പോൾ അതിനുശേഷം ഒരു സൂപ്പർ മാർക്കറ്റ്, അതായത് ദുബായിൽ നിൽക്കുന്ന ആളെല്ലാം ഇവിടെ വന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ഹോട്ടലോ തുടങ്ങും അല്ലേ. അവർക്ക് എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവർ വന്നിട്ട് ഇവിടെ ചെയ്യും, ഹോട്ടൽ നടത്തും, കുറച്ച് കഴിയുമ്പോൾ കൂട്ടി പോകും. കാരണം ദുബായിലെ ഒരു സ്റ്റേജിലാണ് ഇവിടെ വരിക. ഇവിടെ വന്നിട്ടാകുമ്പോൾ നല്ല ഹൈ ലെവലിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലത്തിനകത്തും കൂട്ടി പോകും. അപ്പം അങ്ങനെ എന്താ പറയുക, ഹോട്ടല് എൻ്റെ ഹോട്ടൽ കൂടിയിട്ടൊന്നുമില്ല. ഞാൻ ഇന്ന് മുടക്കിയ ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് മേൽവാടകയോട് കൂടിയിട്ട് ഒരു 3000-3500 റുപ്യ എല്ലാ മാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ പൈസ ഇട്ടാലേ നമുക്ക് പൈസ കിട്ടും. അതങ്ങനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇന്നൊരു 3500 റുപ്യ എല്ലാ മാസം കിട്ടും. അത് പുറമെ ഇപ്പം ഇതുണ്ട്, അതുകൂടാണ്ട് സ്കൂൾ വന്നു ഓടുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു വരുമാനം കിട്ടുന്ന ഒരു മേഖല. അപ്പോൾ ദുബായി പോയ സമയത്ത് അവിടുന്ന് എന്താ പറയുക ഒരു നെറ്റ്വർക്ക് മാർക്ക് ചെയ്തിരുന്നു. അതായത് അമേരിക്കൻ ഡോളർ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് പൈസ ഉണ്ടാക്കേണ്ട എവിടെയാണോ ആ മേഖല ഒന്ന് ചൂസ് ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഹോട്ടൽ ഫീൽഡ് വിട്ടപ്പോൾ ഒരു 2 റൂം എടുത്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന സമയത്താണ് ഈ ഫിജിക്കാർട്ടിൻ്റെ കാര്യം കൊണ്ട് മേഡം വന്നത്. അപ്പോൾ മേഡം ഇങ്ങനെ പറയും, രക്ഷപ്പെടാം രക്ഷപ്പെടാം ഇതേ പറയൂ. ഈ കമ്പനിയുടെ പ്ലാനൊന്നും പറയൂല. പ്ലാൻ പറയുന്ന ഒരു പരിപാടിയില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ പറയും, എടാ കേരിയിലടാ രക്ഷപ്പെടാം. ഞാൻ പറയും എന്തെങ്കിലും രക്ഷപ്പെട്ടിട്ട് പോകാം. കാരണം ഈ മേഖല നമുക്ക് അറിയില്ല, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ് ഒരു 1.5 വർഷത്തോളം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പറ്റില്ല. ഒരു സുപ്രഭാതത്തിൽ എന്താ പറയുക, യാദർശികമായിട്ട് ഇവരെ, അതായത് സന്ധ്യ മേഡത്തിന്റെ വീടും എൻ്റെ വീടും തൊട്ടടുത്തടുത്തായിരുന്നു. മേഡത്തിന്റെ വീട്ടിൽ കിണറുണ്ടായിരുന്നു. ആ കിണറ് വെള്ളം ഞാൻ ശരിക്കും പറഞ്ഞ വാടകയ്ക്ക് ചോദിക്കാൻ പോയത്. അന്ന് അവിടെ നിന്ന് ഒരു പാസ്ബുക്ക് എടുത്തത്, SBIന്റെ പാസ്ബുക്ക് എടുത്തിട്ട് ഡെയിലി 27,500 കയറുന്നത് എനിക്ക് കാണിച്ചത്. ഞാൻ പറഞ്ഞു ബാങ്കല്ല, കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കിണറും വെള്ളം തന്നതിന്റെ പേരിൽ ഇതിൽ എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങനെ കൊടുത്തത് 24,600 അന്ന് കൊടുത്തു. കിണറും വെള്ളം തന്നു. സാധനം എന്നാ വേണ്ടേ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നാൽ മതി തന്നു. അവർ എൻ്റെ വീട്ടിലേക്കുള്ള അരിയും സാധനം തന്നു, പേസ്റ്റ് തന്നു, സോപ്പ് തന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ തന്നു. അതൊക്കെ ഞാൻ ദുബായിൽ ഒരു പെട്ടി കിട്ടിയ പോലെ കണ്ടെന്ന് സ്റ്റേറിൽ പൊളിച്ച് തീർത്തു. ഒറ്റ സിമ്പിൾ ഒരു ദിവസം കൊണ്ടുവന്ന സാധനം കാര്യമായി. എല്ലാവരും പുറത്തുള്ളവരും എടുത്തുപോയി. കാരണം ദുബായിൽ തോന്നിയല്ലേ. ആ പരിപാടിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിജിക്കാർട്ട് ചെയ്യാൻ തീരുമാനം എടുത്തത്. അപ്പൊ അങ്ങനെ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്ന് 2.5 വർഷത്തിന് ഇപ്പുറം 3 ലക്ഷം രൂപയോളം ഈ ബിസിനസ്സിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ കുറെ ആളുകളെ ഇത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണം ഇല്ലാത്തതിന്റെ പേരിൽ ആളുകളുടെ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യം തെറ്റായി പോകുന്നുള്ളൊരു ധാരണ ഉള്ളിലുള്ളത് കൊണ്ട് ഒരാളോട് പോലും മിണ്ടാറില്ല. കാരണം പല ആളുകളുടെ സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ആയിട്ട് രാഷ്ട്രീയമായിട്ട് ചർച്ചകൾ നടത്തും. പക്ഷെ അവിടെയൊന്നും ഞാൻ പോയി കയറി ചെല്ലാറില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതിനെ കുറിച്ചൊരു നോളജ് ഇല്ല. കാരണം അവരെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായി പോകുന്ന ഒരു പേടിയും, പണത്തിന്റെ പേരിലാണ് ആ പേടി വരുന്നത്. പണം ഇല്ലാത്തതിന്റെ പേരിൽ ആളുകളോട് മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പൊ അതൊക്കെ മാറിയത് ഈ ഫിജിക്കാർട്ട് വന്നതിന് ശേഷമാണ്. സ്വർണ്ണം എടുത്ത് പിന്നെ അത് ജോയിൻ ചെയ്യാം. അപ്പൊ സ്വർണ്ണം നമ്മുടെ വീട്ടിൽ കിട്ടിയില്ലേ, ബിസിനസ് അവസരം നമുക്ക് കിട്ടിയില്ലേ. ഈ പെയിന്റ് വാങ്ങിക്കോട്ടെ അല്ലെ, വീട്ടിലേക്ക് വീട്ടിലെ ആവശ്യത്തിനായ പെയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അവിടെയും നമുക്ക് നഷ്ടമില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അത് മാത്രമല്ല, നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നതും കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ ഏകദേശം കമ്പനിയിൽ 40 ലക്ഷം വരുമാനം വാങ്ങിയ സാറാണ് നമുക്ക് ഇന്നിവിടെ വരുന്നത്. അതിൽ അവരൊക്കെ നേടിയെടുത്ത ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ചില ആൾ നമ്മളിങ്ങനെ വർക്കിന് പോകുന്ന സമയത്ത് പറയും, ഇത് ആളുകളുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, കമ്പനിന്റെ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഉപ്പും പഞ്ചസാരയും എന്തെങ്കിലും പഠിപ്പിക്കണോ അല്ലെ, പഞ്ചസാരക്ക് ക്വാളിറ്റി എന്ന് പറയണം. പഞ്ചസാരയും വെളിച്ചെണ്ണയും ചായപ്പൊടിയും വാങ്ങിയിട്ട് ബിസിനസ് അവസരം തരുന്നുണ്ടെങ്കിൽ അതിന് പഠിപ്പിക്കണ്ടല്ലോ അല്ലെ. മറ്റുള്ള കമ്പനികൾ നോക്കാം, എലമെന്റ്സ്, മൊഡിക്കെയർ, അതുപോലത്തെ കമ്പനികളെല്ലാം എലമെന്റ്സ്, അതായത് ഫുഡ് സപ്ലിമെന്റ്, ഒരു ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ആ സാധനത്തെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുമല്ലോ അല്ലെ. ബിസിനസ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തിനു നമ്മൾ ഉപയോഗിക്കണം അത് പഠിപ്പിച്ചു തരും. ഇവിടെ
നമ്മൾ പല്ല് എടുക്കുന്ന തൊട്ടിട്ട് കടന്നുറങ്ങുന്ന സാധനം വാങ്ങിയിട്ട് നമുക്കൊരു ബിസിനസ് അവസരം അത് പിന്നെയും വാങ്ങണ്ട, ഒറ്റ തവണ വാങ്ങിയിട്ട് നമ്മൾ പാർട്ണറാകാം, ചെമ്മണ്ണൂരിന്റെ പാർട്ണറാകാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കോടീശ്വരന്മാരുണ്ടാവും. പക്ഷെ അവർക്കൊന്നും എന്തില്ല, നമ്മൾ എപ്പോഴും സാധനം വാങ്ങുന്ന കടകളുണ്ടാവും അല്ലെ, അവിടെ നിന്നും നമുക്കൊരു പാർട്ണർഷിപ്പ് തരില്ല. ചെമ്മണ്ണൂർ നമുക്ക് എന്തുണ്ട്, ഒരു പാർട്ണർഷിപ്പ് തരുന്നുണ്ട്. അപ്പോൾ ആ പാർട്ണർഷിപ്പ് വാങ്ങിക്കാനും കേൾക്കാനും അത് എന്താണ് കിട്ടുന്നതെന്ന് അറിയാനും വേണ്ടി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ അവസരം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. നല്ല പവറായിട്ടില്ലേ സഖി സാറിന്റെ വാക്കുകളൊക്കെ കേട്ട്, നല്ല പവറായിട്ട് എനർജറ്റിക് ആയിട്ട് ചിരിച്ചുകൊണ്ടല്ലേ ബിസിനസ് ചെയ്യാൻ വേണ്ടി, ഈ ബിസിനസ് അവസരം കേൾക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ. പുഷ്പലത മേഡം നല്ല വൃത്തിക്ക് പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് സാധാരണയായിട്ട് കടന്നു വന്നൊരു നാട്ടിൻപുറത്തുകാരി വീട്ടമ്മ ഇന്ന് ലോകവ്യാപകമായിട്ടുള്ള ഒരു കമ്പനിയുടെ പ്ലാനാണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. അപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബിസിനസ് അല്ല ഫിജിക്കാറ്റ്. ലോകവ്യാപകമായിട്ടുള്ള ഒരു ബിസിനസ്, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ പ്ലാനാണ് പുഷ്പലത മേഡം പറഞ്ഞത്. ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ ഞാൻ എൻ്റെ ബ്രദറിന്റെ അടുത്ത് സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ ഒരു 280 രൂപ മാത്രമേ ആവശ്യമുള്ളൂ. അതിന് പോലും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കല്യാണത്തിന് മുമ്പ് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. കല്യാണ ശേഷം ഒരു 17 വർഷത്തോളം വീട്ടമ്മയായി ഹസ്ബൻഡിന്റെ പുറകെ കുട്ടികളുടെ കാര്യവും ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ നോക്കി. കൃഷിയാണ് ഞങ്ങൾക്ക്, ഹസ്ബൻഡിന്റെ കൃഷിയാണ്. അപ്പൊ പറമ്പിലും പാടത്തും ഒക്കെ ആയിട്ട് ഓടി നടന്നിട്ടും പ്രത്യേകിച്ച് ഒരു വരുമാനം അക്കൗണ്ടിൽ ഇല്ലാതെ എന്ത് കാര്യത്തിനും, നിസ്സാര കാര്യത്തിന് ഒരു ചെരുപ്പ് വാങ്ങണമെങ്കിൽ, ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ, നിസ്സാര ഒരു മുടിപ്പിന്റെ വാങ്ങണമെങ്കിൽ പോലും ഹസ്ബൻഡിന്റെ കൈ നീട്ടേണ്ടതോ അല്ലെ ആളുടെ പോക്കറ്റ് കൊള്ളയടിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ മാത്രം ഒരു 250 രൂപ പ്രതീക്ഷിച്ചു വന്ന ഞാന് ഇന്നൊരു 3 വർഷത്തിന് ഇപ്പുറം ഏകദേശം മാസം ഒരു 28,000 രൂപയോളം വരുമാനം വാങ്ങുന്ന രീതിയിലേക്കുള്ള ബിസിനസ്. എന്റെ വീട്ടിലേക്ക് അരി സാധനം സക്കീർ സാറ് പറഞ്ഞ പോലെ നമ്മള് മറ്റുള്ള വെൽനസ് കാറ്റഗറിയോ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ കുറിച്ച് പഠിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. സോപ്പും പേസ്റ്റും ആരെങ്കിലും പരിചയപ്പെടുത്തണോ? പഞ്ചസാര പരിചയപ്പെടുത്തണോ? വീടിനടിക്കേണ്ട പെയിന്റ് പരിചയപ്പെടുത്തണോ? ഒന്നും വേണ്ട അല്ലേ. നമ്മുടെ വീട്ടിലേക്കുള്ള അരി സാധനം നമ്മള് രാവിലെ എണീറ്റ് പല്ല് തേക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴുള്ള ബെഡ്ഷീറ്റ് വരെ വാങ്ങിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് നമ്മുടെ മുന്നിലേക്ക് ഒരു 8 വർഷം മുമ്പ് 7 വർഷം പൂർത്തിയായി, 8ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഇട്ട് തന്നൊരു ബിസിനസ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. 100 കോടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും കേരളത്തിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് വെബ്സൈറ്റ് ഉദ്ഘാടനം വരെ കഴിഞ്ഞതാണ്. ഈ ഒരു വർഷം തന്നെയാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ റഫർ മാർക്കറ്റിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മേഖലയായിട്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ള എല്ലാ ബിസിനസ്സും നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സ്ഥലത്ത് പല സ്ഥലത്തും കടമുറികൾ, വാടകയ്ക്ക് ഒഴിവുണ്ട്, കടമുറികൾ അല്ലെ. ബിസിനസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. ബിസിനസ് ചെയ്താലാണ് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, സോപ്പ്, പേസ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു മൂലധനം ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്. മറ്റുള്ള എല്ലാ ബിസിനസ്സിനും നല്ലൊരു മൂലധനം വേണം. മൂലധനം ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്കാണ് ഞാൻ ഒരു 3 വർഷം മുമ്പ് എന്റെ ബ്രദറിന്റെ കൈപിടിച്ച് വന്നത്. എന്റെ ഹസ്ബൻഡ് ആണ് ആദ്യം ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ കേട്ട സമയത്ത് ഞാൻ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. ഹസ്ബൻഡ് ആദ്യം എന്റെ ബ്രദറിന്റെ അടുത്ത് പ്ലാൻ കേട്ടു, ആൾ അസോസിയേറ്റ് ചെയ്തു. പിന്നീട് നെഗറ്റീവ് പറഞ്ഞ് ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്നെ കൂടി ഈ ഒരു ബിസിനസ്സിലേക്ക് കയറ്റോ ചേർക്കോ എന്നുള്ള രീതിയിൽ ചോദിച്ച് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്ന് കമ്പനിയുടെ ഒരു 5ാമത്തെ റാങ്ക് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ പലരും ബിസിനസ് ഏറ്റെടുത്ത ആൾക്കാരുണ്ടാവാം, ഇന്ന് പുതിയതായിട്ട് പ്ലാൻ കേൾക്കാൻ വന്നവരുണ്ടാവാം. നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര രൂപ മുടക്കി എന്നല്ല, ഭാവിയിൽ എത്രത്തോളം വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ 5 ലക്ഷവും 10 ലക്ഷവും 1 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ചുരുങ്ങിയത് ഏറ്റവും പതുക്കെ പോയാൽ ഒരു 7 വർഷം കൊണ്ട് നേടിയെടുക്കാൻ, ഒരു 4.5 കോടിക്ക് മുകളിൽ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരു 7 വർഷം കൊണ്ട് നിരവധി ആൾക്കാർ തെരഞ്ഞെടുത്ത് തെളിയിച്ച് നമ്മുടെ മുന്നിൽ കൺമുന്നിൽ കാണിച്ചു തന്നൊരു ബിസിനസ്സാണ്. അതിന്റെ ഒരു പ്ലാനാണ്. അപ്പൊ കിട്ടിയ ആൾക്കാർ അതിന്റെ എല്ലാ മൂല്യത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പുതിയതായിട്ട് ഇന്ന് പ്ലാൻ കേൾക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബിസിനസിനെ കുറിച്ച്, നിങ്ങൾക്ക് പ്ലാൻ പറഞ്ഞപ്പോൾ കുറച്ച് സങ്കീർണമാണ് നമ്മുടെ പ്ലാന്. അപ്പൊ അത് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി
നമ്മുടെ കൊണ്ടുവന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് തന്നെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഏണിങ് അടുത്ത വർഷം ഇതേ സമയം ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതേ റാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാനും സംസാരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഏറ്റെടുത്തവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നവരാണെങ്കിൽ ഇന്ന് തന്നെ അസോസിയേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കടന്നു വരിക. അപ്പോൾ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് കേൾക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ആ പെരുമാറ്റവും കാര്യങ്ങളും. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ബിസിനസ് ആണ്. നമ്മുടെ കൂടെ വന്നവരെ, നമ്മുടെ വാക്കുകൾ വിശ്വസിച്ച് കടന്നു വന്നവരെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നതനുസരിച്ച് ബിസിനസിന്റെ പ്ലാനിൽ ഒരു ഫോർസിയെ പറ്റി പറഞ്ഞില്ലേ, നമ്മുടെ വാക്കുകള്, പ്രവൃത്തികള്, അല്ലെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു മനസ്സോടുകൂടി നമ്മുടെ കൂടെ വന്നവർക്ക് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്കും കൂടെ വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കും, ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ഒരാളെ ഞാൻ ഓർക്കാപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷനിൽ എക്സ്പെർട്ട് ആയിരിക്കും, എങ്കിൽ പോലും ഒരുപാട് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയുള്ള ഒരു അവസരം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ, അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യാനൊരു അവസരം, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പേരുടെ വീടുകളിലേക്ക് വരുമാനം എത്തിക്കാം. ഞാനൊരു 3.5 വർഷം ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പേര് ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നോ, എന്റെ ടീമിലേക്ക് ഇത്രയും പേര് ഉണ്ടാവുമെന്നോ, ഇവിടെ വന്നവര് മാത്രമല്ല ഇന്ത്യയിൽ പല സ്ഥലത്ത് നിന്ന് ഇവരൊക്കെ ഞാൻ കൊണ്ടുവന്നതാണോ? ഒരിക്കലും അല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന, ഇതൊക്കെ ഞാൻ ചേർത്തിട്ട് ഒരുപാട് ആളെ ചേർക്കേണ്ട ഈ ബിസിനസ്സിൽ വളരാൻ വേണ്ടി ഒരിക്കലുമല്ല. വെറും 6-7 പേരിലൂടെയാണ് ഞാൻ 800 ചില്ലാനം പേരിലെ ഒരു ടീമിന്റെ ലീഡർ എന്ന സ്ഥാനം ഞാൻ വഹിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഇതിലൂടെ തന്നെ സക്കീർ സാറ് അല്ലെ, ഇത്രയും പവറായിട്ട് സംസാരിക്കുന്നത്, ഇത്രയും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സക്കീർ സാറ്, അതുപോലെ നേരത്തെ പോസ്റ്റർ മാസ്റ്റർ ആയിട്ട് സംസാരിച്ച നമ്മുടെ സബാഷൻ സാറ്, ബിസിനസ്സുകാരനായ ജോസ് സാറ്, ഇവരുടെ ഒക്കെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരൊരു വരുമാനം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കും കൂടി അതിന്റെ ഒരു കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകും. ഇതുപോലത്തെ പലതും ഇവിടെ വന്നിട്ടുണ്ട്. പലരും വന്നിട്ട് ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്, നിന്റെ കാശ് പോകും, നിന്നെ ലാസ്റ്റ് പോലീസ് പിടിക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്തും സത്യം പറഞ്ഞാൽ ഞാൻ ബിസിനസ് പഠിച്ചിട്ട് വന്ന ആളല്ല, ഇതിന്റെ സാധ്യത അറിഞ്ഞിട്ട് വന്നേല്ല. എന്റെ ഭാര്യ സഹോദരൻ ഒരു നിർബന്ധത്തിന് വഴങ്ങി, അളിയൻ എന്നെ മോഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു സാധനം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് താല്പര്യപ്പെട്ട് മാത്രം വന്നാണ്. ആളുടെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. കാരണം ആളുടെ കടയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ബോച്ചെ വന്ന സമയത്ത് എനിക്ക് ആളുടെ സുഹൃത്തായതുകൊണ്ട് എനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റി. ആ ബോച്ചയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. ഞാൻ പലയിടത്തും ഈ ബിസിനസ് പറഞ്ഞ സമയത്ത് പലരും പറഞ്ഞു ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ ഒന്നല്ല, ആളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് മറ്റാരോ ചെയ്തൊരു ബിസിനസ്സാണ്, നിന്നെ ആരോ പറ്റിച്ചതാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അടിയിൽ പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിയതേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ബോച്ചയുടെ അടുത്ത് നിൽക്കാൻ പറ്റി. ഞാൻ ചോദിച്ച സമയത്ത് ആള് പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ഡയറക്റ്റ് ബിസിനസ്സാണ്, കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ്സാണ്, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. എനിക്ക് ബിസിനസ് എന്താണെന്ന് അറിയില്ല, ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒറ്റ കാര്യം ഉണ്ടെന്ന് മനസ്സിലായി, ഇത് ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. പണിയെടുത്താൽ പൈസ ഉണ്ടാക്കാന്നാണ്, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഒരു സാധാരണ കൃഷിക്കാരനായി എന്നെ സംബന്ധിച്ച് അറിയാം, ഞാൻ വാഴ കൃഷിയും കപ്പയും റബ്ബറും ഒക്കെ കൃഷി ചെയ്യുന്ന ആളാണ്. ഇതിലൊക്കെ പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ പണിയെടുക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോടൊപ്പം ഞാൻ ബിസിനസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന്. അതിന് വരുമാനങ്ങളൊക്കെ വരുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. എക്സ്പാൻഷൻ ബോണസ്, അതുപോലെ മന്ത്ലി പെർഫോമൻസ് ബോണസ്, പിന്നെ നമ്മുടെ അതുപോലെ നമുക്ക് ഇൻഷുറൻസ് കവർ, ഇതൊക്കെ നമ്മൾ ഈ പ്ലാനിൽ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമെന്ന് എനിക്ക് തുടക്കത്തിൽ സംശയം ഉണ്ടായിരുന്നു. ആദ്യം ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, അത് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ സമയത്താണ് എനിക്കൊരു വിശ്വാസം വന്നത്. അതുപോലെ കമ്പനിയുടെ 3ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് മന്ത്ലി പെർഫോമൻസ് ഒരു 10,000 രൂപ കുറയുന്നത് എല്ലാ മാസം ലഭിക്കുന്നു, അതും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പോൾ വിശ്വാസമായി. പിന്നെ കമ്പനിയുടെ 3ാമത്തെ റാങ്ക് പോലെ ഇൻഷുറൻസ് കവറേജ്, അതും ഒരിക്കലും ഞാനത് നിങ്ങളാരും വാങ്ങണമെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു അസുഖം വരെ നമ്മൾ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ അതും ഒരു അസുഖത്തിന്റെ ഇതിന്റെ ഭാഗമായിട്ട് എനിക്കും അത് മേടിച്ചെടുക്കാൻ പറ്റി. 1 രൂപ പോലും പ്രീമിയം അടയ്ക്കാതെ. ഞാൻ ഈ കഴിഞ്ഞ ജനുവരി എനിക്ക് യൂണിസ്റ്റിനോട് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് 8 ദിവസം അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് ഏകദേശം 73,000 രൂപയ്ക്ക് അടുത്ത് എനിക്ക് ബില്ല് വന്നു. 1 രൂപ പോലും എനിക്ക് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. സാധാരണ പല ഇൻഷുറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം നമ്മളിന്റെ പൈസ അടച്ച് ബില്ല് സബ്മിറ്റ് ചെയ്തതിന് ഒരു 1.5 മാസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ആ പൈസ ക്രെഡിറ്റ് ആവും. ഇത് അങ്ങനെയല്ല. ആ കാർഡ് അവിടെ അതിന്റെ കയ്യിലുള്ള ആ ഹോസ്പിറ്റലിൽ അത് കൊടുത്തതിന് 1 രൂപ വരെ എനിക്ക് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അത് കൃത്യമായിട്ട് ഞാൻ അത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് 1 മാസത്തേക്കുള്ള മരുന്നടക്കം കമ്പനിയുടെ വക എനിക്ക് ഫ്രീ കിട്ടി. രണ്ടാമത് അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമായിട്ട് ഞാൻ ഒരു 3 മാസങ്ങൾക്ക് ശേഷം പോയിട്ട് ഒരു 23,000 രൂപ ബില്ലായി. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു 3 മാസം മുമ്പ് ഇത്രയും പൈസ കമ്പനി ഇതിലേക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് വീണ്ടും അത് കിട്ടുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതും കിട്ടി.
സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന വരുമാനങ്ങൾ ഒരു 4 ലക്ഷം രൂപയോളം എക്സ്പാൻഷൻ ബോണസ് ആയിട്ടും മന്ത്ലി പെർഫോമൻസ് ആയിട്ട് അതിനേക്കാൾ കൂടുതൽ ഒരു തുകയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ 3.5 വർഷം കൊണ്ട്. അപ്പൊ കഴിവെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ബിസിനസ്സിൽ 5ാമത് റാങ്കിൽ വരെ നിൽക്കുന്ന സമയത്ത് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ വാങ്ങിയെടുത്ത ഒരാളാണ്. ഇന്നിവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ടുള്ള ഞങ്ങളൊക്കെ ലീഡർ കൂടിയായ അവരുടെ 10ാമത് റാങ്കിലേക്ക് എന്ന ഒരു ദിവസം 30,000 രൂപ എന്ന് പറഞ്ഞ ഫിഗർ 9 തവണ അച്ചീവ് ചെയ്തിട്ടുള്ള സൈന സാറാണ്. സാറിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ടാവും. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ പ്ലാൻ കേട്ട് ഈ ഒരു ഓഡിറ്റോറിയം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. പലരും ചെയ്തൊരു കാര്യം ഈ ബിസിനസിന്റെ പ്ലാൻ കേട്ടതിന് ശേഷം പുറത്തോട്ട് പോകും. വീട്ടിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഒരു നിർബന്ധവുമില്ല. അവർ തരുന്ന നിർദ്ദേശങ്ങൾ അവർ ഫെയിലായി പോയാൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചേർന്നിട്ട് മണിച്ചേരിൽ ചേർന്നിട്ട് പൈസ നഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് നിങ്ങളോട് പറയുന്നുണ്ടാവും. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ചെയ്ത് തോറ്റവരുടെ അടുത്താണ് നമ്മൾ പോയി ചോദിക്കുന്നത്. അവർക്ക് ഒരിക്കലും നമുക്ക് നല്ലൊരു ആൻസർ തരാനുണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് അല്ലെ, എന്നെ വിശ്വസിച്ച് എന്നെ അളിയൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതേപോലെ തന്നെ ഈ സക്കീർ സാർ ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്, ആളുടെ അയൽവക്കക്കാരന്റെ അടുത്ത് എന്നിട്ട് കിണറിന് ചോദിച്ച സമയത്ത് 40,000 രൂപ ഷെയർ കൊടുക്കേണ്ട അടുത്ത് ഒരു 23,000 രൂപയുടെ വീട്ടിലേക്ക് സാധനം മേടിച്ചാന്ന് പറഞ്ഞ സമയത്ത് ആൾ അതാണ് ലാഭം എന്ന് കരുതി വന്നത്. അപ്പൊ ഞങ്ങൾ ആരും ഈ ബിസിനസ്സിന് സാധ്യത അറിഞ്ഞിട്ട് വന്നവരല്ല. ഇവിടെ വന്നതിന് ശേഷം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് വളരെ പവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ച് പേരെ ഞങ്ങൾ വിളിച്ചു വരിക. ഇത് കേരളത്തിലെ തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് ജില്ലകളിൽ വരെ എല്ലാ ആഴ്ചയിലും ഈ പരിപാടി നടക്കുന്നുണ്ട്. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് കോഴിക്കോടോ തിരുവനന്തപുരത്തോ കാസർഗോഡോ എവിടെ വേണമെങ്കിലും ഇതുപോലത്തെ പ്രോഗ്രാമിൽ കമ്പനിയുടെ പ്രോഗ്രാമിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം. 1 രൂപ പോലെ നിങ്ങൾ ഫീസോ കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല. ഇതുപോലെയല്ല, നമ്മൾ കഷ്ടപ്പെട്ട് AC ഹോളിൽ കയറി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരാം. ഒരിക്കലും ഞാൻ പറയാം ഫിജിക്കാരനെ 2 വർഷം ചെയ്തിട്ട് വരാൻ പൈസ പോയി നിങ്ങൾ പറയില്ല. കാരണം 1 രൂപ പോലെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമുക്കിവിടെ സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട, നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം. ഒരു ടീമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒതുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഒരു 3.5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ വിശ്വസിക്കുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ സാറോട് എത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മളെ ചീഫ് ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന മനസ്സോട് വിചാരിച്ച ഒരാളല്ല. കാരണം ഇപ്പോ എന്റെ ലീഡറായ അക്ഷയോളം പറഞ്ഞു ഒരു 1.5 വർഷം സാറ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവര് എന്റെ ലീഡറും എന്റെ അമ്മ ലീഡറായ സഖി സാറും കൂടി എന്നെ പെടുത്തി തന്നെ പറയാം. കാരണം എന്നോട് ഈ പ്ലാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ എന്റെ പിന്നെ ഇതുകൊണ്ട് വരണ്ട. കാരണം ഞാൻ ഒരു 4-5 കൺസെപ്റ്റ് ചെയ്ത് ഒരുപാട് സാമ്പത്തിക ആശയം വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന അവസരത്തിൽ എന്റെ വണ്ടിക്ക് ഞാൻ പണിയെടുക്കുന്ന സമയത്ത് എന്റെ വൈഫും എന്റെ ലീഡറായ സഖി സാറും കൂടി അവര് തമ്മിൽ കൂടി ആലോചിച്ച് സാറിന്റെ ലീഡേഴ്സായ സന്ധ്യാമ്മയോടും സുഹൃത്ത് സാറും കൂടി എന്നെ കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു. യാദൃശ്യം വന്നപ്പോ ഞാൻ എന്തേ വന്നെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞില്ല സാറിനെ കാണാനും ഇതെന്ന് പറയാൻ. ഞാൻ ഒരു രക്ഷയില്ല, ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറഞ്ഞ മറുപടിയാണ്. കാരണം അത് പറയണ കാരണം എനിക്ക് മുമ്പുള്ള ഒരു പരിചയമാണ്. അതേ സാറ് അപ്പോ കയറി വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്റെ വീട്ടിൽ വന്നൊരു ആളാണ്. കാരണം സഖി സാർ എന്ന് പറഞ്ഞാൽ എന്റെ വൈഫിന്റെ ഒരാളെയാണ്. അപ്പൊ നാളെ ഞാൻ ആ വ്യക്തിയെ കാണുകയും സംസാരിക്കില്ല. സന്ധ്യമേള സുഹൃത്താറിനെ എനിക്ക് പരിചയമില്ല, സഖി സാറിനെ ഞാൻ കാണുന്ന. അപ്പൊ ആ ഒരൊറ്റ ഇതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കൺസെപ്റ്റ് നിൽക്കാൻ കാരണം. ഞാൻ ഞാൻ കയറിയിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. ഞാൻ കയറിയിരുന്നു, അവർ കയറിയിട്ട് എനിക്ക് പ്ലാൻ തന്നു, എനിക്ക് എന്റെ വൈഫിന് പ്ലാൻ തന്നു. ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ മനസ്സുകൊണ്ടൊന്നും വിചാരിച്ചില്ല. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു BOP തലശ്ശേരിയിലുണ്ട്, അത് കേൾക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. എന്റെ വണ്ടി പോവാം, ഞാൻ 1 രൂപ പോലും ഞാൻ മുടക്കുമെന്ന് പറഞ്ഞ് ഞാൻ വരില്ല. അതേ ഇപ്പൊ സഖി സാർ കേട്ടിരിക്കുകയാണ്, 1 രൂപ പോലും മുടക്കെന്ന് പറഞ്ഞാൽ വരില്ല. ഞാൻ വേണമെങ്കിൽ സാറിനോട് വരാം. അതേപോലെ ഞാൻ പോയി BOP ഹാളിൽ ചെന്നു. ഇന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന അതുനാഥ് സാർ എന്ന് പറഞ്ഞ സാറായിരുന്നു അവർ ഗസ്റ്റ് ആയിട്ട് വന്നത്. ചീഫ് ഗസ്റ്റ് എനിക്കറിയില്ല. ഞാനിപ്പം ഇവിടെ പല ആൾക്കാരും പുതിയതായിട്ട് പ്ലാൻ കേൾക്കാൻ വന്ന പോലെ ഞാൻ കേട്ടു. അന്ന് സാറോട് ചോദ്യം ചോദിച്ചു, പുതിയതായിട്ട് പ്ലാൻ കേൾക്കാൻ വന്ന ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഏതോ ലോകത്തിലാണ് ഉള്ളത്, ഈ പ്ലാനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലോകത്ത്. അപ്പൊ സഖി സാർ എല്ലാം വീഴ്ചയിരിക്കുന്ന ആള് എന്റെ കൈ പിടിച്ച് ഒന്നിച്ചു. അത് ഞാൻ അറിയുന്നില്ല. ആ ലീഡർ നേരെ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിളിച്ചു, എന്താ സാറിന്റെ പേര്? ഞാൻ പറഞ്ഞു എന്റെ പേര് എന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു സാറെ കമ്പനിയിൽ ഇപ്പൊ നിങ്ങളോട് പ്ലാൻ കേട്ടപ്പോൾ 1 കോടി രൂപ കൊടുക്കുന്നു പറഞ്ഞു. സാറ് വിശ്വസിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ കാരണം? ഞാൻ ഒരു കമ്പനിക്കും ഒരു വ്യക്തിക്കും 1 കോടി രൂപ കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞ മറുപടിയാണ്. അപ്പൊ സാറ് വേറെ ഒന്നും ചെയ്തില്ല. അന്ന് സാറിന്റെ ഐഫോണിൽ നിന്ന് സാറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ 95 ലക്ഷം രൂപ എന്നെ മുന്നിൽ കാണിച്ചു.
ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല. കാരണം എന്താ, എന്റെ മുൻ പരിചയമാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പല നെറ്റ്വർക്ക് മാർക്കറ്റും ചെയ്തിട്ടുണ്ട്. ആ കൺസെപ്റ്റും ഇതും രണ്ടാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഞാൻ അങ്ങനെ ഏതായാലും ഈ പ്ലാനൊക്കെ കേട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ വൈഫിനോട് പറഞ്ഞു, നീ ജോയിൻ ചെയ്യും, നീ ഇതെന്താ പഠിക്കും. കാരണം ഞാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞ കാരണം ഞാൻ ഇവിടെ വന്ന് താമസിച്ചതാണ്. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ നെടുമ്പോയിക്കാരനാണ്, നമ്മുടെ ലില്ലി മാഡത്തിന്റെ അയൽവാസിയാണ്. പക്ഷെ ഞാൻ ഈ നാട് വിട്ട് പോയിട്ട് 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ബന്ധങ്ങളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വൈഫിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. എന്റെ വൈഫ് ജോയിൻ ചെയ്തു. വൈഫ് ജോയിൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ 7am എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞാൻ നടക്കുന്നത്. അപ്പൊ എന്റെ ഡ്യൂട്ടി ചില ദിവസം നേരത്തെ പോകും, ചില ദിവസം ഞാനും തെങ്ങേരി തൊഴിലാളിയാണ്. അത് പറയണം, കാരണം അങ്ങനെയുള്ള ഒരു ചെയ്യുന്ന ആളും ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാ പറയുന്നത്. അപ്പൊ അതിൽ കൂടിയാണെന്ന് പറഞ്ഞാലും ഞാൻ ചില ദിവസം താമസിച്ചത്. അപ്പൊ 7am ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്റെ വൈഫ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ചില ദിവസങ്ങളിൽ പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ എനിക്ക് ഒരു ആകാംക്ഷ എന്താണെന്ന് അറിയാം. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഒരു 15-10 ദിവസം കഴിഞ്ഞു ഞാൻ എനിക്ക് ഇതൊന്ന് അറിയണം, ഇതിൽ എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ എന്നോട് എന്റെ ഈ പൈസ ഒന്നും തരുന്നത്, ഞാൻ പറഞ്ഞ ഒരു പണി കുടുംബശ്രീ ലോണുണ്ട്. കുടുംബശ്രീ അപ്പൊ ഇപ്പോഴത്തേക്ക് പല ആൾക്കാരും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 100 പോയിന്റാണ്, ഇന്ന് 25 പോയിന്റ് 50 പോയിന്റ് ഒക്കെ ജോയിൻ ചെയ്യാം അന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു. അപ്പൊ ഏതായാലും അത് കഴിഞ്ഞ് ഒരുപാട് യാത്രകൾ, ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് യാത്രകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷങ്ങൾ ഒക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇതൊരു കൂട്ടായ ബിസിനസ് ആണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കേൾക്കാൻ വന്ന എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളെ കൊണ്ട് അത് ആ സംശയ നിവാരണം കഴിഞ്ഞ് ഈ കോളേജിൽ അറിയിക്കുക. അപ്പൊ എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതിലല്ല ഇവിടെ, പക്ഷെ നമുക്ക് ചീഫ് ഗസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ പെരുമ്പാവൂരിന്റെ പടനായകൻ, അതായത് ദി ഓസ്കാറിന്റെ ക്യാപ്റ്റനൊക്കെ ആയ നമ്മുടെ അസൈൻ സാറാണ്. ഇന്ന് കമ്പനിയിൽ നിന്ന് ഒരു 9 തവണയോളം സീലിംഗ് അച്ചീവ്. സീലിംഗ് അച്ചീവ് എന്ന് പറഞ്ഞാൽ 1500 പോയിന്റ് ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ ഒരു ദിവസം നമുക്ക് 30,000 രൂപ കിട്ടുക. അങ്ങനെ 9 തവണ നേടി ഇന്ന് കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ നിൽക്കുന്ന അസൈൻ സാറാണ്. സാർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സാറിനെ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സിദ്ദീഖ് സാർ.